Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എൻട്രി ലെവൽ, അതായത് വെറും 6000 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് Infinix Smart 7 HT എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വില 5999 രൂപയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് SBI കാർഡോടുകൂടി 750 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലും കുറഞ്ഞ വിലയിലാണ് വരുന്നത്. അപ്പോൾ Infinix Smart 7 HTൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ബാക്കിയുള്ള ഫീച്ചേഴ്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് 2GB റാമും 64GB സ്റ്റോറേജുമാണ്, പിന്നെ 2GB എക്സ്പാൻഡബിൾ റാമുണ്ട്. അപ്പോൾ അങ്ങനെ 4GB വരുന്നുണ്ട്. 6.6 ഇഞ്ചസ് സൺലൈറ്റ്, ബിഗ് സൺലൈറ്റ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ കളറ് 3-4 കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കളർ ഞാൻ ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ആണ്. അപ്പോൾ Infinix Smart 7 HTൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ സ്പെക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, Octa പ്രോസസ്സർ. ഇത് സ്പെക്ട്രം Octa പ്രോസസ്സറാണ്. 8 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും അതേപോലെ 5000 mAh ബാറ്ററി, ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് അൺലോക്കും ഉണ്ട്. 3D ടെക്സ്റ്റേർഡ് ആൻറ്റി ബാക്ടീരിയൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സിങ് ചെയ്യാം. Infinix Smart 7 HT 5999 രൂപയാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിവൈസ് കാണാം. Infinix Smart 7 HT നമുക്കിതൊന്ന് പുറത്തേക്ക് വെക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു കേബിളാണ്, ഇത് മൈക്രോ USB ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ 10 watt ചാർജിങ് ആയിരിക്കും. അതെ, 5 volt 2 ampere 10 watt സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കേസ് ഉണ്ട്, ഒരു സിം ഇജക്ടർ പിൻ ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇല്ലേ, ഒരു കേസ് എന്ന് പറഞ്ഞത് ഒരു ഫ്ലാറ്റ് ബാക്ക് പാനൽ, അതായത് ഒരു എന്താ പറയുക, ഫ്ലെക്സിബിൾ അല്ല, TPU കേസാണ്. അത് സിലിക്കോൺ കേസ് അല്ല, കുറച്ചും കൂടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ കട്ട് കാണാം. പിന്നെ ഇതിനകത്ത് യൂസർ മാനുവലും അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസുമാണ് വരുന്നത്. ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണാം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. 8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, ഇവിടെ LED ഫ്ലാഷ് കാണാം. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൂടി കാണാം. ബാക്കിൽ പിന്നെ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഒരു പാറ്റേൺ കണ്ടില്ലേ നിങ്ങൾ, ഒരു പാറ്റേണും കാണാം. നല്ലൊരു മാറ്റ് ഫിനിഷ് പാറ്റേൺ, നല്ല സ്റ്റൈലിഷ് പാറ്റേൺ എന്ന് പറയാം. പിന്നെ സൈഡിൽ സിം ട്രേ ആണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് 3.5 ഓഡിയോ ജാക്ക്, മൈക്രോ USB പോർട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഒബ്വിയസ്ലി നമുക്ക് 6000 രൂപയ്ക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചിന് കിട്ടുള്ളൂ. ഇൻഹാൻഡ് ഫീൽ കൊള്ളാം, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് ഡിവൈസ്, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഈ പാറ്റേൺ ഇല്ലേ, നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ മോഡ്യൂളും നല്ലതാണ്. ഇൻഫാക്റ്റ് ഡ്യുവൽ ക്യാമറ ഇല്ലെങ്കിലും ബാക്കിയുള്ള എല്ലാം കൂടെ നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. എസ്പെഷ്യലി ആ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൂടി നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് ലാർജ് ഡിസ്പ്ലേ ആണ്, 6.6 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. സൺലൈറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അതായത് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണെന്നാണ് ഇൻഫിനിക്സിൻ്റെ അവകാശവാദം. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചും കാണാം നിങ്ങൾക്ക്. ഫ്രണ്ടിലൊരു 5 മെഗാപിക്സൽ ക്യാമറ. ഇനി സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ XOS ആണ് വരുന്നത്. ഇൻഫിനിക്സിൻ്റെ XOS ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് XOSലേക്ക് പോകാം. സിസ്റ്റം എബൌട്ട് ഡിവൈസ് എടുക്കാം. മൈ ഫോൺ, Infinix Smart 7 HT, Android 12 വേർഷനേ വരുന്നുള്ളൂ. അതേപോലെ 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 8 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ, 2 മെഗാപിക്സൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട്, വെർച്വൽ റാം, അതായത് മെമ്മറി ഫ്യൂഷൻ ഓപ്ഷൻ ഉണ്ട്. 64GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാം യൂണിസോക്ക് SC9863A1, അതിനെയാണ് സ്പെക്ട്രമിൻ്റെ പ്രോസസ്സർ യൂണിസോക്ക്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് 64GB സ്റ്റോറേജ് ആണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് റെഗുലർലി കിട്ടുന്ന XOS ലാബ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, കിഡ്സ് മോഡ്, പവർ മാരത്തോൺ മോഡ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഡിവൈസ് ആയിട്ട് അങ്ങനത്തെ ഒരു കട്ട് ഡൗൺ ഒന്നുമില്ല. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. തീംസ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ UI ആണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസീവ് UI എന്ന് പറയാം. ഒരു ബേസിക് UI ആണ്, പക്ഷേ Octa പ്രോസസ്സർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് പറയാം. 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുത്താലും നമുക്ക് അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണെങ്കിലും ബെസൽസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. താഴത്തെ ബെസൽസ് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലാണ്, എങ്കിലും സൈഡ് ബെസൽസ്
അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നു 6000 രൂപയ്ക്ക് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. ഈ ക്യാമറേൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാ പിക്സൽ റിയർ ക്യാമറ വരുന്നത്, AI ക്യാമറ. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് കിട്ടുന്നത് 1080p റെസൊല്യൂഷൻ ഉണ്ട്, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ് മോഡ്, പാൻഡ്രോമ, അങ്ങനത്തെ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറയിൽ 5 മെഗാ പിക്സലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ കാണുന്നുണ്ട് ക്യാമറയിൽ. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇത് ക്യാമറ സെൻട്രിക് ഫോണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാമറ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫോണല്ല, എങ്കിലും കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് സ്മാർട്ട് 7 HD എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 10 watt ചാർജിങ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. 5000 mAh പ്രോബ്ലി 1.5 days ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് 4G ഫോണാണ് കേട്ടോ, 5G ഇല്ല. അപ്പോൾ 4G ഫോണാണ്. അപ്പോൾ നമുക്ക് ഡ്യുവൽ സിം കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ, അതായത് 6000 രൂപയ്ക്ക് 5999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 7 HD. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് സ്മാർട്ട് 7 HDൻ്റെ അൺബോക്സിംഗ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.